ഹലോ ഹായ് നമസ്കാരം. തുളസീദളത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഹിന്ദു ആചാരപ്രകാരം ഓരോ മനുഷ്യർക്കും ഓരോ ജന്മനക്ഷത്രങ്ങളുണ്ട്. ആ ജന്മനക്ഷത്രവുമായി ബന്ധപ്പെട്ട വൃക്ഷങ്ങളെ അതായത് മരങ്ങളെ നമുക്ക് പരിചയം. അടുത്തായിട്ട് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഉത്രാടം നക്ഷത്രത്തിന്റെ വൃക്ഷത്തിലാണ്. പ്ലാവാണ് ഉത്രാടം നക്ഷത്രത്തിന്റെ വൃക്ഷം. പ്ലാവും ആയുർവേദ വിധിപ്രകാരം ഒത്തിരിയും ഔഷധ ഗുണമുള്ള ഒരു വൃക്ഷമാണ്. അതിലുപരി എന്താ പറയാ, നമ്മുടെ ഒരു വീടിന്റെ ഒരു അംഗത്തെ പോലാണ് പ്ലാവ്, അല്ലെ? ഉത്രാട നക്ഷത്രത്തിലുള്ളവര് ഈ പ്ലാവിനെ വേണ്ട രീതിക്ക് പരിപാലിച്ചു കഴിഞ്ഞാൽ അവർക്കും ആയുസ്സും ആരോഗ്യവും ഒക്കെ ലഭിക്കുമെന്നാണ് വിശ്വാസം. അടുത്തായിട്ട് തിരുവോണം നക്ഷത്രത്തിന്റെ വൃക്ഷച്ചുവട്ടിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. എരിക്കാണ് തിരുവോണം നക്ഷത്രക്കാരുടെ വൃക്ഷം. ഇതും ആയുർവേദത്തില് ഏറ്റവും നല്ല ഗുണമുള്ള ഒരു ചെടിയാണ്. ഇതിന്റെ ഇലകള് ഔഷധ ഗുണമുള്ളതാണ്. ഇതിന്റെ പൂക്കള് നമ്മൾ ശിവഭഗവാന് മാല ചാർത്തി അർപ്പിക്കുന്നതാണ്. ആയുർവേദ വിധിപ്രകാരം നീര് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് ഇതിന്റെ ഇല തിളപ്പിച്ച് വെള്ളം ആവി ചൂട് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേദനകളും നീരുകളും ഒക്കെ മാറുമെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ പലതരത്തിലുള്ള ഔഷധ ഗുണമുള്ള ഒരു വൃക്ഷമാണ് എരിക്ക്. ഇത് തിരുവോണ നക്ഷത്രത്തിന്റെ വൃക്ഷമായി അറിയപ്പെടുന്നു. അടുത്തായിട്ട് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് അവിട്ടം നക്ഷത്രത്തിന്റെ വൃക്ഷച്ചുവട്ടിലാണ് വന്നിരിക്കുന്നത്. അവിട്ടം നക്ഷത്രത്തിന്റെ വൃക്ഷം വഹിനിയാണ്. വഹിനി മരത്തെ വേണ്ട രീതിക്ക് ആചരിച്ചു കഴിഞ്ഞാൽ അവിട്ടം നക്ഷത്രത്തിലുള്ളവർക്ക് ആയുസ്സും ആരോഗ്യവും ഒക്കെ ലഭിക്കുമെന്നാണ് വിശ്വാസം. വഹിനിയും പഴയ പുരാണങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വൃക്ഷമാണ് വഹിനി മരം. ഇരിക്കുന്നത് ചതയം നക്ഷത്രത്തിന്റെ വൃക്ഷച്ചുവട്ടിലാണ്. കടമ്പാണ് ചതയ നക്ഷത്രക്കാരുടെ വൃക്ഷം. ഇത് നോക്കിയേ, നമ്മുടെ റംബൂട്ടാന്റെ കൂട്ടിരിക്കുന്നത് അല്ലെ. ഈ കടമ്പ് മരം പരിപാലിച്ചു കഴിഞ്ഞാൽ അവർക്കും ആയുസ്സും ആരോഗ്യവും ഒക്കെ ലഭിക്കുമെന്നാണ് വിശ്വാസം. പൂരുട്ടാതി നക്ഷത്രത്തിന്റെ വൃക്ഷച്ചുവട്ടിലാണ് എത്തിയിരിക്കുന്നത്. അവരുടെ വൃക്ഷം എന്ന് പറയുന്നത് തേന്മാവാണ്. പൂരുട്ടാതി നക്ഷത്രക്കാര് ഈ വൃക്ഷത്തെ, അതായത് തേന്മാവിനെ വേണ്ട രീതിക്ക് പരിപാലിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആയുസ്സും ആരോഗ്യവും ഒക്കെ ലഭിക്കുമെന്നാണ് വിശ്വാസം. അടുത്തായിട്ട് നമ്മൾ ഉത്രട്ടാതി നക്ഷത്രത്തിന്റെ വൃക്ഷച്ചുവട്ടിലാണ് എത്തിയിരിക്കുന്നത്. കരിമ്പനയാണ്. പണ്ടുപുരാതന കാലത്തിലെ യക്ഷിക്കഥകളിലും പ്രേതകഥകളിലും ഒക്കെ കണ്ടുവരുന്ന മരമാണ് പന. ഇത് ഉത്രട്ടാതി നക്ഷത്രക്കാരുടെയാണ്. ഈ പന വേണ്ട രീതിക്ക് അവർ പരിപാലിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആയുസ്സും ആരോഗ്യവും ലഭിക്കുമെന്നാണ് വിശ്വാസം. അടുത്തായിട്ട് രേവതി നക്ഷത്രത്തിന്റെ വൃക്ഷമാണ് ഇരിപ്പ. ഇരിപ്പമരം ആയുർവേദ വിധിപ്രകാരം ഔഷധ ഗുണമുള്ള ഒരു വൃക്ഷമാണ്. നമ്മുടെ സർവശ്രീ മോഹൻലാൽ സാറിന്റെ നാളാണ് രേവതി. അപ്പം രേവതി നക്ഷത്രക്കാര് ഈ വൃക്ഷത്തെ വേണ്ട രീതിക്ക് പരിപാലിച്ചു കഴിഞ്ഞാൽ അവർക്കും ആയുസ്സും ആരോഗ്യമൊക്കെ ലഭിക്കുമെന്നാണ് വിശ്വാസം. അപ്പം എന്തിനു തന്നെയായാലും നമ്മുടെ പഴമക്കാർ പറഞ്ഞു വെച്ചിരിക്കുന്ന ഈ ഒരു സമ്പ്രദായം എന്ന് പറഞ്ഞാൽ മരങ്ങൾ നട്ടു വളർത്തുക. മരങ്ങൾ നട്ടു വളർത്തുന്നതിനോടൊപ്പം നമ്മുടെ ആയുസ്സും ആരോഗ്യം വർദ്ധിപ്പിക്കാനുള്ള ഒരു പ്രകൃതിയുമായിട്ട് നമുക്കൊരു കോണ്ടാക്ട് ഉണ്ടാക്കിയെടുക്കുക എന്നതാണ്. എന്തിനു തന്നെയായാലും മരങ്ങളെ പരിപാലിക്കുക, ആചരിക്കുക. അപ്പൊ ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും ഓരോ ജന്മനക്ഷത്രം ഉണ്ടല്ലോ. ഈ ജന്മനക്ഷത്രത്തിലെ വൃക്ഷങ്ങളെ കുറിച്ചും ഒക്കെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഓരോ ആൾക്കാരുടെയും ജന്മനക്ഷത്രങ്ങളും അവരുടെ വൃക്ഷങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ. പിന്നെ അടുത്തൊരു എപ്പിസോഡ്, അതായത് തുളസീദളത്തിന്റെ അടുത്തൊരു എപ്പിസോഡ് കാണുന്നത് വരേക്കും ബൈ.